സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷയ്ക്കും കേരള ജോഗ്രഫിയിലെ മാർക്ക് നിങ്ങൾക്ക് സെറ്റാണ്. നമ്മൾ കേരള ജോഗ്രഫിയുടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എന്നാൽ നോക്കൂ, നിങ്ങൾ ഇതുവരെ കേരള PSC ചോദിച്ച മുഴുവൻ 10th ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ അതിന്റെ ഓരോരോ പോയിന്റുകളും കണക്റ്റഡ് ആക്കി നമുക്ക് ഇങ്ങനെ പഠിച്ചു പോവാം. പെട്ടെന്ന് ഒരു 50 ചോദ്യങ്ങൾ സെറ്റാണ്. ഫസ്റ്റ് ക്ലാസ് ആണ്. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടാലേ ഇതുപോലുള്ള സീരീസ് PYക്ക് മാത്രം ഉൾപ്പെടുത്തിയിട്ട് കണക്റ്റഡ് ഫാക്ട് ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് കേട്ടോ. നോക്കൂ, ആദ്യത്തെ ചോദ്യം ഇതാണ്. കിടനായിട്ട് പഠിച്ചു പോണേ. കേരളത്തിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച എവിടെയാണ്? കോസ്റ്റ് ഗാർഡിന്റെ നോക്കൂ, വിഴിഞ്ഞത്താണ്. നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള 50 ചോദ്യങ്ങളാണ്. വിഴിഞ്ഞത്ത് കോസ്റ്റ് ഗാർഡ് ആണെങ്കിൽ നിങ്ങളെ പലരുടെയും മനസ്സിൽ എന്ത് വന്നിട്ടുണ്ടാവും? മട്ടാഞ്ചേരി വന്നിട്ടുണ്ടാവും. മട്ടാഞ്ചേരി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം, ശ്രദ്ധിക്കണേ, മട്ടാഞ്ചേരി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചു. മട്ടാഞ്ചേരി എറണാകുളത്തിലെ ടൂറിസം, അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വിദേശികളൊക്കെ വരുന്ന സ്ഥലമാണ് മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചിയൊക്കെ. അപ്പൊ ടൂറിസം, വിഴിഞ്ഞത്ത് കോസ്റ്റ് ഗാർഡ്. അങ്ങനെയാണെങ്കിൽ ഓർത്ത് വെച്ചേക്ക് കോഴിക്കോട് ജില്ല. അപ്പൊ ബേപ്പൂർ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല. ബേപ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണത്തിൽ പ്രസിദ്ധമായ സ്ഥലമാണ് കോഴിക്കോട് ബേപ്പൂര്. പക്ഷെ കോഴിക്കോട് ജില്ലയിൽ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിൽ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെ വന്നു? കോഴിക്കോട്. കേരളത്തിൽ ആദ്യത്തെ ISS സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ എവിടെ വന്നു? കോഴിക്കോട്. കേരളത്തിൽ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എവിടെ വന്നു? ഗുരുവായൂർ. ഇതൊക്കെ ചോദ്യമാണ് കേട്ടല്ലോ. കേരളത്തിൽ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ, തെറ്റിക്കും. തീരദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോകും? വിഴിഞ്ഞത്തേക്ക് പോകും. വിഴിഞ്ഞമല്ല. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടകരയാണ്. നീണ്ടകരയാണ്. തീരദേശം നീണ്ടകര, തീരദേശം നീണ്ടകര. ടൂറിസം ടെമ്പിൾ ഗുരുവായൂർ. അതുപോലെ തന്നെ ISO സർട്ടിഫൈഡ് കോഴിക്കോട്. വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. അതുപോലെ തന്നെ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി. കോസ്റ്റ് ഗാർഡ് പോലീസ് സ്റ്റേഷൻ വിഴിഞ്ഞം. എല്ലാം പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുണ്ട്. കേരളത്തിലെ നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? കായലുകളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. വേമ്പനാട്ട് കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടാണ്. അപ്പൊ അതിന്റെ ഷേപ്പ് ചോദിക്കാറില്ല, ആകൃതി ചോദിക്കാറില്ല. എന്നാൽ നീരാളിയുടെ ആകൃതി, പനയോലയുടെ ആകൃതി, എന്തും വരാൻ കേട്ടോ. പനയോലയുടെ ആകൃതി, നീരാളിയുടെ ആകൃതി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അഷ്ടമുടി കായലാണ്. കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ. മകളെ എപ്പോഴും ചോദിക്കാറുണ്ട് F ആകൃതി. F ആകൃതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം അത് ശാസ്താംകോട്ടയാണ്. ഏതാണ്? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയാണ്. അഷ്ടമുടിയും വേമ്പനാട്ട് കായലൊന്നും ശുദ്ധജല കായലല്ല. അപ്പൊ ഏതാണ് കേരളത്തിലെ ഏറ്റവും ശുദ്ധജല തടാകം അല്ലെങ്കിൽ കായൽ ചോദിച്ചാല് അത് ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ടയാണ്. കൊല്ലത്ത് F ആകൃതിയാണ്. ആകൃതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ മേലാലോചിക്കുക, ഹൃദയം അല്ലെ. മേപ്പാടി, വയനാട് ജില്ലയിലെ മേപ്പാടി ചോദിക്കാറുണ്ട്. ഹൃദയത്തിന്റെ ആകൃതിയുള്ള കായൽ അല്ലെങ്കിൽ തടാകം മേപ്പാടി. മേപ്പാടി, മേപ്പാടിയാണ് ഹൃദയം. അങ്ങനെ ഇരിക്കുമ്പോൾ വയനാട് തന്നെയുള്ള മറ്റൊരു തടാകമാണ് പൂക്കോട്. പൂക്കോട് കേട്ടില്ലേ നിങ്ങൾ? വയനാട് പൂക്കോട്. എന്താ പ്രത്യേകത? ഇന്ത്യൻ ഭൂപടത്തിന്റെ ഏകദേശം അതുപോലെ എന്നൊക്കെ പറയുന്നത് ഞാൻ ഇടക്കിടക്ക് പോകാറുണ്ട്, കാണുമ്പോൾ തോന്നാറൊന്നുമില്ല. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതി തോന്നുന്ന കേരളത്തിലെ തടാകമാണ് ഏത്? പൂക്കോട് തടാകം. പൂക്കോട് ഇന്ത്യൻ നമ്മുടെ മാപ്പ്. അതുപോലെ തന്നെ ഹൃദയത്തിലേക്ക് വരികയാണെങ്കിൽ മേപ്പാടി. F ആകൃതി ശാസ്താംകോട്ട. പനയോല അല്ലെങ്കിൽ നീരാളി അഷ്ടമുടി കായലാണ്. നോക്കൂ മക്കളെ, അവിടെ ഒരു പോയിന്റ് ഞാൻ പറയട്ടെ. വേളി പറഞ്ഞതുകൊണ്ട്, വേളിയും വെള്ളായണിയും ഉള്ളതുകൊണ്ട് ഒരു പോയിന്റ്. ഇത് എപ്പോഴും തെറ്റിപ്പോവും. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ ഏതാണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. വേളിയാണോ വെള്ളായണിയാണോ? തെറ്റിപ്പോകുന്ന ചോദ്യം എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക്. വേളി കഴിക്കാന്നൊക്കെ പറയാറില്ലേ? അല്ലേ? പറയാറുണ്ട്. കുട്ടി വേളി കഴിഞ്ഞ് വരികയാണ്. അപ്പൊ നോക്കൂ, വേളി കഴിഞ്ഞു, കല്യാണേ. അപ്പൊ വേളി കഴിഞ്ഞ ഉടനെ ഭാര്യയും ഭർത്താവും നടന്നു വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കായൽ അല്ലെങ്കിൽ ഒരു തടാകം കാണുന്നു, ചാടുന്നു. ചാട്ടാണ് അങ്ങോട്ട്. ആര്? ഭാര്യയും ഭർത്താവും കൂടിയും. കല്യാണം കഴിഞ്ഞ വേളി കഴിഞ്ഞ ഉടനെ അപ്പൊ എന്ത് ചെയ്തു? ഹൈ ഹൈ, എന്താ കാണുന്നത്? നമ്മുടെ കായൽ അശുദ്ധമായി എന്നാലോട്ടോ. ശുദ്ധമല്ല, നല്ല വെള്ളമാണ് വെള്ളായണിയിൽ. നല്ല വെള്ളമാണ് വെള്ളായണിയിൽ. എന്നാൽ വേളിയിലോ? വേളി ശുദ്ധമല്ല. സംഗതി കെട്ടണം. എപ്പോഴും തെറ്റിപ്പോകും കേട്ടോ. ഞാൻ തമാശ പറഞ്ഞാലും എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എന്താണോ വെള്ളായണി കായൽ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല കായൽ ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ 2 തടാകങ്ങളാ, ശുദ്ധജല തടാകങ്ങളുണ്ട്. ഈ പറയുന്ന അല്ലാത്ത കായലുണ്ട് അല്ലെ. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ്? അത് വെള്ളായണി കായലാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കടലിനോട് ചേരില്ല, അതാ ഉദ്ദേശം കേട്ടോ. അല്ലാതെ കുളിക്കാൻ പോയിട്ട് അവിടെ അശുദ്ധമുണ്ട് എന്നൊന്നും അല്ല, പഠിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ. കടലിനോട് ചേരാത്ത കായലാണ് വെള്ളായണി കായൽ. ഓക്കെ ആണല്ലോ. എന്നാൽ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ ഏതാണ്? അത് വേളിയാണ്. വേളിയാണ്. അപ്പൊ വേളി കഴിച്ചാൽ എന്താവും? അത് അശുദ്ധമായി എന്ന് വെച്ചാൽ അത് കടലിനോട് ചേരുന്നുണ്ട്. ക്ലിയർ ആണോ കൺസെപ്റ്റ്?
കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തെ കായൽ വേളി. വേളി അത് പഠിച്ചു. വേളി എന്ന് പറഞ്ഞാൽ അശുദ്ധമാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം പറഞ്ഞത്. ഓക്കെ, തെക്കേ അറ്റത്ത് വേളിയാണ്. എന്നാൽ തെക്കേ അറ്റത്തെ ശുദ്ധജലം ചോദിച്ചാൽ ഏതാണ്? അത് വെള്ളായണി. വെള്ളായണി. വെള്ളായണി കൺസെപ്റ്റ് കിട്ടിയല്ലോ. നീരാളിയുടെ ആകൃതി ഏതാണ്? നമ്മുടെ അഷ്ടമുടിക്കായലാണ്. എഫ് ആകൃതി ഏതാണ്? ശാസ്താംകോട്ടയാണ്. ക്ലിയർ ആണ്. ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ മേപ്പാടി, മേല് ഹൃദയമാണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൂക്കോട് തടാകം ഇന്ത്യയുടെ ഭൂപടം. സെറ്റ്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത്, ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആണെന്ന് നമുക്കറിയില്ല. ഇപ്പം നിലവില് പ്രതിപക്ഷ നേതാവ് ക്ലാസ് എടുക്കുമ്പോൾ വി ഡി സതീശനാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഏതാണ്? കന്റോൺമെന്റ് ഹൗസ് ആണ്. കന്റോൺമെന്റ് ഹൗസ് പഠിക്കുക. ക്ലിഫ് ഹൗസ് ആണ് സി എമ്മിൻ്റെത്. പഠിച്ചു വെക്കണേ. ക്ലിഫ് ഹൗസ് ആണ് സി എമ്മിൻ്റെത്. അങ്ങനെയാണെങ്കിൽ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? ഗവർണറുടേതാണ്. ചോദ്യം ശ്രദ്ധിക്കണം. രാജ്ഭവന്റെ പേര് മാറ്റി ഇപ്പൊ എന്താക്കി? ലോക് ഭവൻ എന്നാക്കി. എന്താക്കി? ലോക് ഭവൻ എന്നാക്കിയിട്ടുണ്ട്. രാജ്ഭവന്റെ പേര് മാറ്റിയിട്ടുണ്ട്, ലോക് ഭവൻ എന്നാക്കിയിട്ടുണ്ട്. ഇത് പഴയ ക്വസ്റ്റ്യൻ ആട്ടോ, അതുകൊണ്ട് തന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേ, നീതി ആരുടെ ഭവനത്തിന്റെ പേരാണ്? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയാണ് നീതി. ഒന്ന് കമന്റ് ചെയ്തേ. രാജ്ഭവന്റെ പേര് ലോക് ഭവൻ, അത് ഗവർണറാണ്. ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയാണ്. കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ജില്ല, കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ജില്ല കൃത്യമായിട്ട് പഠിക്കുക. ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം, ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ നിങ്ങൾ പഠിക്കണം, കൃത്യമായി പഠിക്കണം. അത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കുമ്പളങ്ങി എവിടെയാണ്? എറണാകുളം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങിയാണ്. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം തൃശൂർ ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാടക്കത്തറ. മാടക്കത്തറ. കശുമാവ്. കശുമാവ് എന്ന് കേൾക്കുമ്പം മാടക്കത്തറയിലാണ് കേട്ടോ ഒരു കശുമാവ് ഉള്ളത്. അതുപോലെ തന്നെ ആന വന്നിട്ട് ഇങ്ങനെ പറിക്കും. നോക്കൂ, ഒരു മാടം അതിനകത്തൊരു തറ ഇട്ടിട്ട് അവിടെ എന്തുണ്ട്? കശുവണ്ടി, കശുമാവുണ്ട്. അപ്പൊ അത് പറിക്കാൻ വേണ്ടി ആന വരും ആലോചിക്കുക. ആനക്കയവും എന്താണ്? ഈ പറഞ്ഞ കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ്. പക്ഷെ അത് എവിടെയാണ്? അത് മലപ്പുറത്താണ്. മാടക്കത്തറ എവിടെയാണ്? അത് തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂരാണ് മാടക്കത്തറ. കശുവണ്ടി. കശുവണ്ടി. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന ജില്ല, സോറി നദി. മക്കളെ നിങ്ങൾ സ്പീഡ് കുറച്ച് യൂട്യൂബിൽ കണ്ടോളൂ കേട്ടോ. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുക ചന്ദ്രഗിരി. ചന്ദ്രേട്ടൻ അല്ലെങ്കിൽ അങ്ങനെയാണ്. എന്താണ്? ചുറ്റി ഇങ്ങനെ വളർന്നു വരും. ചന്ദ്രേട്ടൻ്റെ ഒരു പരിപാടിയാണ്. ചന്ദ്രേട്ടൻ ഇങ്ങനെ ഈ പറയുന്ന കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ ചുറ്റി പോകും. നിങ്ങളുടെ നാട്ടിലൊക്കെ ചന്ദ്രേട്ടനല്ലേ? എൻ്റെ നാട്ടിൽ ഒരുപാട് ചന്ദ്രന്മാരുണ്ട്. അപ്പൊ നോക്കൂ, കാസർഗോഡ് ജില്ലയിൽ പോയാൽ ഇങ്ങനെ യു ആകൃതി ചുറ്റി പോകുന്ന മനുഷ്യനാണ് ചന്ദ്രേട്ടൻ. ചന്ദ്രഗിരി പുഴ. അവിടെയാണ് മഞ്ചേശ്വരം പുഴയെ കുറിച്ച് പറയാനുള്ളത്. ചോദ്യം അടുത്ത് വരുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അഞ്ചരക്കണ്ടി പുഴയെ കുറിച്ചൊക്കെ പറയാനുണ്ട്. ഒരു ചെറിയ പോയിന്റ്, വളപട്ടണം പുഴ. നിങ്ങൾ മുത്തപ്പൻകാവ് പോയിട്ടുണ്ടാവും, പറശ്ശിനിക്കടവ് അല്ലെ? പറശ്ശിനിക്കടവ് ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് ചോദിക്കാറുണ്ട്? വളപട്ടണം പുഴയാണ്. പഴശ്ശി ഡാം, പറശ്ശിനിക്കടവും ചോദിക്കാറുണ്ട്, പഴശ്ശി ഡാം ചോദിക്കാറുണ്ട്. പഴശ്ശി ഡാം ഏത് നദിയിലാണ് ചോദിക്കും? അത് വളപട്ടണം പുഴയിലാണ്. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നു കാസർഗോഡ് ജില്ലയെ ചന്ദ്രഗിരി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അടുത്ത BYQ അത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ എന്ന് പറഞ്ഞാൽ ഉപ്പളക്കായലിൽ ചെന്ന് പതിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ കുഞ്ഞു നദിയാണ്. വെറും 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ ആണെങ്കിൽ നോക്കൂ മക്കളെ, രാമപുരം പുഴ. രാമപുരം പുഴ 19 കിലോമീറ്റർ ആണ്. ഏത് ജില്ലയിലാണ് രാമപുരം പുഴ ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. ചോദ്യം ഇങ്ങനെയാണ്, കേരളത്തില് കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി? അതിനുത്തരം രാമപുരമാണ്. കാരണം മഞ്ചേശ്വരം പുഴ ഇവിടെ പതിക്കുന്നില്ല, കടലിൽ പതിക്കുന്നില്ല, കായലിലേക്കാണ് പോകുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക, ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരമാണ്. രാമപുരം പുഴ 19 കിലോമീറ്റർ നീളം പഠിക്കണേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഏതാണ്? ബോക്സൈറ്റ്. ബോക്സൈറ്റ്. നീല ബോക്സ്. നീല ബോക്സ്. കേരളത്തിൽ നീല ബോക്സ്. നീല ബോക്സ് എന്ന് കേൾക്കുമ്പോൾ നീലേശ്വരത്തേക്ക് പോകണം അല്ലേ? നീലേശ്വരം കേരളത്തിലെ ചെന്തങ്ങ് നഗരസഭ ഏതാണ് ചോദിക്കും? നീലേശ്വരമായിരുന്നു. നല്ല കിടിലൻ ചോദ്യങ്ങളുണ്ട് നീലേശ്വരത്തെ കുറിച്ച്. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ഏത്? നീലേശ്വരം. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ആറന്മുളയാണ്. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുളയാണ്. ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? അമ്പലപ്പുഴയാണ്. കോഴിക്കോട് ജില്ലയുടെ ഏതാണ്? മാനാഞ്ചിറയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരല്ലേ? അപ്പൊ കാസർഗോഡ് ജില്ല എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് നീലേശ്വരം, കോഴിക്കോട് മാനാഞ്ചിറ, ആലപ്പുഴയിലേക്ക് പോയാൽ അമ്പലപ്പുഴ, പത്തനംതിട്ടയിലേക്ക് പോയാൽ ഏതാണ്? ആറന്മുള. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ നീലേശ്വരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 1957 കേരളത്തിന്റെ മഹാനായ മുഖ്യമന്ത്രി, ആദ്യത്തെ മുഖ്യമന്ത്രി ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്, ആ EMSന്റെ മണ്ഡലമായിരുന്നു നീലേശ്വരം. പഠിച്ചു വെക്കണം. നീല ബോക്സ് EMS, നീല ബോക്സ് EMS, നീലേശ്വരം, ചെന്തങ്ങ് അല്ലെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കുക, ചെന്തങ്ങിൻ EMS ഉണ്ട് അല്ലെ, ചെന്തങ്ങ് നഗരസഭ നീലേശ്വരം. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോവും മഞ്ച്. നോക്കൂ, നിങ്ങൾ അടുത്ത വർഷം ജോലിയിലേക്ക് കയറാൻ പോവാണ്. നിങ്ങളോട് എനിക്ക് ഭയങ്കര സന്തോഷവും സ്നേഹവും ഉണ്ട് അല്ലേ. അങ്ങനെ ആദ്യമായിട്ട് എതിരില്ലാതെ ഒരു മനുഷ്യൻ നിയമസഭയിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിനോട് എനിക്ക് സ്നേഹം തോന്നി. ഞാൻ എന്ത് കൊടുത്തു? മഞ്ച് കൊടുത്തു. ഞാനൊരു ഉമ്മയും കൊടുത്തു. ആരോടും പറയണ്ട. നോക്കൂ, കേരള നിയമസഭയിലേക്ക് ആദ്യമായി നിയമസഭയിലെത്തിയ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഉമേഷ് റാവു. അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടത് എവിടുന്നാ ചോദിച്ചാൽ മഞ്ചേശ്വരത്താണ്. മഞ്ച് ഉമ്മ ഉമേഷ് മഞ്ച് എവിടെയാണ്? എതിരില്ലാതെ തെരഞ്ഞെടുത്തു. ആരുമില്ലായിരുന്നു. അങ്ങനെ കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ഉമേഷ് റാവു. ഉമ്മ കൊടുത്തു, മഞ്ച് കൊടുത്തു. EMSന്റെ നീലേശ്വരം. തെറ്റിക്കരുത്. ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഇച്ചിരി സ്പീഡ് പറയും, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. മഞ്ചേശ്വരം എന്ന് കേൾക്കുമ്പോൾ ഉമേഷ് ആലോചിക്കുക. കേരളത്തിലെ ആദ്യത്തെ പേയ്മെന്റ് പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരമാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാസർഗോഡ് ജില്ല ക്ലാസ് എടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ കണ്ടു പഠിക്കുക കേട്ടോ. ഓക്കെ, അവിടെയാണ് ഒരു പോയിന്റ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണെങ്കിൽ വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടി. തെക്കേയറ്റത്തെ ഗ്രാമം കളിക്ക് കാലുണ്ടാ, കളിക്കാവിള. തെക്കേയറ്റത്തെ ഗ്രാമം കളിക്കാവിള. വടക്കേയറ്റം തല, അടിയിൽ കാലുകൊണ്ട് കളിക്കാവിള. തെറ്റിക്കരുത്. തെക്കേയറ്റം കളിക്കാവിള ഗ്രാമമാണ്, വടക്കേയറ്റം തലപ്പാടിയാണ്. പിറ്റി പക്ഷി സങ്കേതം എവിടെയാണ്? പിറ്റി ലക്ഷദ്വീപിലാണ് പിറ്റി പക്ഷി സങ്കേതം. ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരിചകളി, കോൽക്കളി, ലാവനൃത്തം. ഇത് നിങ്ങൾ പഠിക്കണേ. ലാവനൃത്തം, ലാവ എവിടെയാണ്? ലക്ഷദ്വീപിലുണ്ട്. എന്നാൽ തമാശ, നിങ്ങൾക്ക് തമാശയൊക്കെ പറയാറുണ്ട്, ഞാനും തമാശ പറയാറുണ്ട്. തമാശ എവിടെയാ ചോദിച്ചാൽ അത് MH മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല, ഒരു സംശയം വേണ്ട, പാലക്കാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട്. എന്നാൽ കേരളത്തിന്റെ നെല്ലറ അറിയപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ അത് കുട്ടനാടാണ്. ശ്രദ്ധിക്കണം. കേരളത്തിന് നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. കേരളത്തിന് നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ്. അറിയാം കൂട്ടുകാർക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എള്ളിന്റെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം ഏതാണ്? നോക്കൂ, അമൃത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്തേ. അമൃത എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. കശുവണ്ടിയാണോ, ഇനി വല്ല എന്താ പറയാ പാവലാണോ, പടവലമാണോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അമൃത. എന്നാൽ ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. എള്ള് എന്ന് കേട്ടാൽ തിലോത്തമ. എള്ള് എന്ന് കേട്ടാൽ തിലോത്തമ. കണ്ണാറ ലോക്കൽ, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നല്ല അടിപൊളി ചീരക്കാണ് കണ്ണാറ ലോക്കൽ. കണ്ണേറ് കിട്ടും മക്കളെ. ചീര കണ്ടാൽ ചീര കണ്ണാറ ലോക്കൽ ചീര. കണ്ണ് വെച്ച് നമ്മൾ വാങ്ങൂലേ 50 റുപ്യ കൂടി. കണ്ണാറ ചീര കണ്ണാറ. അങ്ങനെയാണെങ്കിൽ മുരിക്കോട് ലോക്കൽ എന്താടാ? വെള്ളരിയാണ്. എന്താണ്? വെള്ളരി. ഞാൻ എഴുതുന്നില്ല, സ്പീഡ് പറഞ്ഞുകൊണ്ടാണ്. വെള്ളരി. വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണില്ല. എനിക്കാണ് ഇതൊക്കെ പറയാൻ വേണം. അപ്പൊ വെള്ളരിയാണ് മുരിക്കോട് ലോക്കൽ, കണ്ണാറ ലോക്കൽ ചീരയാണ്. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. ഒരു സംശയം വേണ്ട. ഏത്തവാഴ. ഏത്തവാഴ എന്ന് കേൾക്കുമ്പോൾ കണ്ണാറ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോവുക. ഇവിടെ കണ്ണാറ ലോക്കലൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഒക്കെ അകത്ത് ചിലപ്പോൾ ഏത്തവാഴ കണ്ടേ നിങ്ങൾ എഴുതും. ചീരയാണ് കേട്ടോ കണ്ണാറ ലോക്കല്. എന്നാൽ കണ്ണാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തുള്ളത്? ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. മകളെ, പന്നിയൂർ എന്താണുള്ളത്? കുരുമുളക്. പന്നിയൂർ കുരുമുളക്. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അല്ലെ. സ്പൈസസ് ആണ് കോഴിക്കോട് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. പാമ്പാടും പാറ എന്താടാ? പാമ്പും മയിലുമുണ്ട്. പാമ്പും മയിലിനെ നിങ്ങൾ ആലോചിക്കുക. ഏലക്കായി കഴിക്കാൻ വരികയാണ്. ഏലക്ക. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം. കേരളം ചെറുത്, പാമ്പ്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ പക്ഷി ആരാണ്? മയിലാണ്. 1963 മയിലിനെ ദേശീയ പക്ഷിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1963 നാഗാലാൻഡ് സംസ്ഥാനം രൂപീകരിച്ച വർഷമാണ് 1963 നാഗാലാൻഡ് സംസ്ഥാനം. അപ്പൊ നാഗം, മയിൽ അവിടെ കണക്ട് ചെയ്യും. ആ മയില് എന്ന് കേൾക്കുമ്പോൾ മയിലാടും പാറ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സ്ഥലമാണെങ്കിലും അത് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമാണ്.
പാമ്പാടുംപാറ കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രമാണ്. മയിലാടുംപാറ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമാണ്. പന്നിയൂർ പന്നി എന്ന് കേൾക്കുമ്പോൾ കുരുമുളക് പന്നിക്ക് ഇഷ്ടം നിലയ്ക്കുക. കണ്ണാറ ഏത്തവായ കണ്ണേറ് കിട്ടുട്ടോ, ഏത്തക്ക എങ്ങനെ ഉഴിഞ്ഞിട്ടോ, ഏത്തവായ കണ്ണാറ കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ എന്ന് കേൾക്കുമ്പോൾ പാലക്കാട് ജില്ലയില് ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമുണ്ട്. അതെവിടാണ്? അത് ചൂലന്നൂരാണ് അല്ലെ. കുഞ്ചൻ സ്മൃതിവനം ഏത് പക്ഷി സങ്കേതത്തിലാണ്? പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരിലാണ് അല്ലെ. കെ നീലകണ്ഠൻ പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്ന് വിളിക്കാറുണ്ട് ചൂലന്നൂരിനെ. അപ്പൊ ആലോചിക്കുക, കുഞ്ചൻ നമ്പ്യാരുടെ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയിലല്ല, ഭാരതപ്പുഴ തീരത്താണ്. വേമ്പനാട്ട് കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം 2002 വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ മൂന്നും പഠിക്കുക 2002. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 3 നാഷണൽ പാർക്ക് നമ്മളിപ്പം പറഞ്ഞു. ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. പാമ്പിനെ കുറിച്ച് പറഞ്ഞല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, ഇത് 3ഉം കേരളത്തിലെ നാഷണൽ പാർക്കായിട്ട് വരുന്നത് 2003 2002 റാംസർ, 2003 നാഷണൽ പാർക്ക്. 3 തെറ്റിക്കരുത്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ടീം ഏതാണ്? ഒരു സംശയം വേണ്ട, കാരിച്ചാൽ ചുണ്ടനാണ്. നോക്കൂ, ഏറ്റവും ലേറ്റസ്റ്റ് 2025 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മുത്തമിട്ടത് വിയ്യപുരം ചുണ്ടനാണ്. പഠിക്കണം. ആദ്യമായിട്ട് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത് അത് നടുഭാഗം ചുണ്ടനാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം കൂട്ടുകാർക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം. 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 51 ഏഷ്യൻ ഗെയിംസ് 51, നെഹ്റു ട്രോഫി 52. നെഹ്റു ട്രോഫിയിൽ ആദ്യം മുത്തമിട്ടത് നടുഭാഗം ചുണ്ടൻ. ഏറ്റവും ലേറ്റസ്റ്റ് 2025 71ാമത് വിയ്യപുരം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ കാരിച്ചാൽ ചുണ്ടൻ. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളിൽ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളില് ഏറ്റവും വലുത് പാതിരാമണൽ. പാട്ടൊന്നും പാടണ്ട. വേമ്പനാട്ട് കായലിലെ പാതിരാക്കൊപ്പം വരുന്ന വലിയ ഒരു പ്രകൃതിദത്ത ദ്വീപുണ്ട്. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പാതിരാമണൽ പ്രകൃതിദത്ത ദ്വീപ്. പൂക്കോട് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി, നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതി തോന്നിപ്പിക്കുന്ന തടാകമാണ് പൂക്കോട്. ആ പൂക്കോട് നിന്നും ഉത്ഭവിക്കുന്നത് പനമരം പുഴയാണ്. മക്കളെ ചോദിക്കും, തലയ്ക്കൽ ചന്തു സ്മാരകം എവിടെയാണ്? പനമരത്താണ്. തലയ്ക്കൽ ചന്തു സ്മാരകം പനമരത്താണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാളികേരത്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനത്തിൽ പെടാത്തത് ഏതാണ്? നാളികേരം, മലയൻ ഡ്വാർഫ്, ലക്ഷംഗംഗ, അല്ലേ, നീലേശ്വരം, കുള്ളൻ. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ തേങ്ങയാണ്. അങ്ങനെയാണെങ്കിൽ ആനക്കൊമ്പൻ വെണ്ടയാണ് അല്ലെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ആനക്കൊമ്പൻ വെണ്ടയല്ലേ. എറണാകുളത്താണ് പറവൂർ കായൽ, ശരിയാണ്. തിരുവനന്തപുരത്താണ് കഠിനംകുളം. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കഠിനമാണ് ജീവിതം. കഠിനംകുളം, ട്രിവാൻഡ്രം അല്ലെ. ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് പോണ്ടേ. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് ബി എം എന്നൊക്കെ പറയും ഒരു മുസ്ലിം ടച്ചില്ലേ, മലപ്പുറം BM കായൽ. ഈ പറയുന്ന പൊന്നാനി വള്ളംകളി നടക്കുന്നതൊക്കെ എവിടെയാണ്? BM കായലിലാണ് കേട്ടോ. പൊന്നാനി വള്ളംകളി നടക്കുന്നത് BM കായലിലാണ്, മലപ്പുറം ജില്ലയിലാണ്. പറവൂര്. അങ്ങനെയാണെങ്കിൽ ഏനമാക്കൽ എവിടെയാണ്? ഏനമാക്കൽ കായൽ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയിലാണ്. ഏനമാക്കൽ. ആലോചിച്ച് നോക്കി, അവിടെ ഒരുപാട് കായലുകൾ പറയാനുണ്ട്. ഞാൻ ഇപ്പൊ അതൊന്നും പറയുന്നില്ല. ഏനമാക്കല് അവിടെ ചോദിച്ചു നോക്കട്ടെ. തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമുള്ളത്. ഏതാണത്? വൈന്തര തടാകമാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. അത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. അപ്പൊ ഇതിന് ഉത്തരം ഏതാണ്? കൊല്ലമല്ല, ഏനമാക്കൽ കേട്ടോ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ. നമുക്ക് ഇതൊക്കെ വിശദമായി പഠിക്കാം കേട്ടോ. ലക്ഷദ്വീപിനെയും മിനിക്കോയ് ദ്വീപിനെയും വേർതിരിക്കുന്ന സമുദ്രഭാഗം ലക്ഷദ്വീപ്, മിനിക്കോയ് ദ്വീപ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് ഏതാണ്? അത് 9 ഡിഗ്രി ചാനലാണ്. ലക്ഷദ്വീപിനെയും മിനിക്കോയ് ദ്വീപിനെയും വേർതിരിക്കുന്നത് 9. സെറ്റാണോ? സെറ്റ് അല്ലാന്ന് എനിക്കറിയാം. 8 പവൻ മാല തരാം ഞാൻ കേട്ടോ. 8 പവൻ മാല തരാം ഞാൻ. 8 ഡിഗ്രി എന്ന് കേട്ടാൽ 8 പവൻ മാല. എന്താടാ? മാലിദ്വീപിനെയും ഇന്ത്യയെയും വേർതിരിക്കുന്നു 8 ഡിഗ്രി ചാനൽ. അങ്ങനെയാണെങ്കിൽ 10 വെച്ച് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ആൻഡമാനെ വേർതിരിക്കുന്നത് ഏതാണ്? 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് ഏതാണ്? 8 ഡിഗ്രി ചാനൽ. 9 ഡിഗ്രി ചാനൽ മിനിക്കോയ് ദ്വീപിനെയും ലക്ഷദ്വീപിനെയും വേർതിരിക്കുന്നു 9 മിനി. അങ്ങനെയാണെങ്കിൽ പാക് കടലെടുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. സെറ്റ്. മിനി ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം. മിനിയേച്ചിയുടെ മില്ലിൽ പോയിട്ട് അരി പൊടിപ്പിച്ച കഥയൊക്കെ ഞാൻ എത്ര ക്ലാസ്സിൽ പറഞ്ഞതാ പിള്ളേരെ. നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി.
നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി. എന്റെ നാട്ടിൽ വരാം കേട്ടോ നിങ്ങൾക്ക്, കാരണം മലബാറിന്റെ ഊട്ടി എന്റെ നാടാണ്. വയലട കക്കയം എന്നൊക്കെ കാണാം. ശരിയാട്ടോ, രണ്ടും ശരി. റാങ്ക് ഫയൽ കക്കയം ഉണ്ടാവും. കക്കയം അല്ലെങ്കിൽ വയലടയാണ് മലബാറിന്റെ ഊട്ടി. പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതിയാണ്. കേരളത്തിന്റെ ഊട്ടി ഏതാടാ? കേരളത്തിന്റെ ഊട്ടി പഠിച്ചു വെക്കണം. റാണിപുരമാണ് കേരളത്തിന്റെ ഊട്ടി, കാസർഗോഡ് ജില്ലയിലാണ്. എന്നാൽ മലപ്പുറത്തിന്റെ ഊട്ടി അത് കൊടികുത്തിമലയാണ്. മലപ്പുറത്തിന്റെ ഊട്ടി കൊടികുത്തിമല, മിനി ഊട്ടി അരിമ്പ്ര ഹില്ല്, മലബാറിന്റെ ഊട്ടി വയലട അല്ലെങ്കിൽ കക്കയം, പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി, കേരളത്തിന്റെ ഊട്ടി റാണിപുരം പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കുന്നമംഗലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം വന്നത് കുന്നമംഗലം, കോഴിക്കോട്. കേരളത്തില് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം മലപ്പുറം ജില്ലയാണ്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് കണ്ടെത്തിയ സ്ഥലത്തിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം അത് എവിടെയാണ്. അത് നിലമ്പൂരാണ്. നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ സ്വർണ്ണമുണ്ടെന്ന് കരുതി പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ. കേരളത്തില് ആദ്യമായിട്ട് സ്ത്രീധന നിരോധന ഗ്രാമപഞ്ചായത്തായി വരുന്ന ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ സ്ത്രീധന നിരോധന ഗ്രാമപഞ്ചായത്ത് നിലമ്പൂര. മിടുക്കരല്ല അവിടെ ഉള്ളവര്. സ്വർണ്ണം ഉണ്ട്, പക്ഷെ സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തില് ആദ്യമായി 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഗ്രാമപഞ്ചായത്ത് വിവരണ്ടേ. അതുകൊണ്ടാണ് കേരളത്തിലെ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന നിരോധന ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് നിലമ്പൂരാണ്. പുനർജനി ഗുഹ എവിടെയാണ്? പുനർജനിക്കുക. നോക്കൂ, തൃശ്ശൂരം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൃശ്ശൂലം പിടിച്ചുകൊണ്ട് വീണ്ടും ജനിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലാണ് പുനർജനി ഗുഹ ഉള്ളത്. നോക്കൂ, വൈശാലി ഗുഹ. വൈശാലി സിനിമയൊക്കെ നിങ്ങൾക്ക് അറിയാം. അതെവിടെയാണ്? അത് ഇടുക്കിയിലാണ്. വൈശാലി ഗുഹ ഇടുക്കിയിലാണ്. ഇടുക്കി ജില്ല രൂപീകരിച്ച വർഷം ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റണം. ഏതാണ് വർഷം? ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ 72 ഇടുക്കി. കോഡൊക്കെ ഞാൻ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. വാപ്പ കസറിയുടെ കോഡ് അറിയോ? വാപ്പ കസറി കാസർഗോഡ് 84, പത്തനംതിട്ട 82, വയനാട് 80. അപ്പൊ 84 കാസർഗോഡ് ജില്ല. 69 മലപ്പുറം ജില്ല. അതുപോലെ തന്നെ ISR രൂപീകരിച്ചു 69. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞു താരാപൂർ അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ഇത് വന്നത് എവിടെയാണ്? കേന്ദ്രം താരാപൂർ അല്ലേ? മഹാരാഷ്ട്ര നമ്മൾ പഠിച്ചില്ലേ? 69. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ 69 ആ 69 മലപ്പുറം ജില്ല രൂപീകരിച്ചത്. 82 ഇപ്പോൾ നമ്മൾ പറഞ്ഞു പത്തനംതിട്ട ജില്ല രൂപീകരിച്ചു. വാപ്പ കസറി 80 വയനാട് ജില്ല. സെറ്റാണ്. ബാക്കി കോഡൊന്നും ഞാൻ പറയുന്നില്ല. ക്ലാസ് എടുത്തിട്ടുണ്ട് യൂട്യൂബില്. കൃത്യമായിട്ട് കേരള ജോഗ്രഫിയുടെ പ്ലേലിസ്റ്റ് പോവുക, കാണുക. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാവേലിക്കര. മാവിന്റെ മുകളിലാണെന്തുള്ളത്? രാജാ രവിവർമ്മയുടെ ചിത്രം വരയ്ക്കുന്ന പരിപാടികൾ അല്ലെ പഠിക്കുന്ന സ്ഥലം. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവിന്റെ മോള മാവേലിക്കര. കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതി. അവിടെയുള്ള വക്കീലന്മാരും ജഡ്ജിമാരും കോട്ടിട്ട് വരും. പെട്ടെന്ന് പരിപാടി നമ്മുടെ ക്ലാസ് പോലെ സ്പീഡ്. കോട്ടയത്തെ കുഞ്ഞച്ചനെ അതിവേഗം കോടതിയാ. കോട്ടയം വേഗം പരിപാടി. കോട്ടയം. അപ്പൊ ഡൗട്ട് അടിച്ചു. നെഗറ്റീവ് കൊട്ടാരക്കര. എന്താ പ്രത്യേകത? കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി. അബ്കാരി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊട്ടാരത്തിലുള്ളവരൊക്കെ അബ്കാരികളാണ്. അബ്കാരികൾ കേട്ടോ. ഓക്കെ, കൊട്ടാരക്കര അബ്കാരി കോടതിയാണെങ്കിൽ കോട്ടയമാണ് അതിവേഗ കോടതി. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദേശ രാജ്യം ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അമേരിക്കയാണ്. കൊച്ചി എണ്ണ അമേരിക്ക. നിങ്ങൾക്കറിയാം കാനഡ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക ഏതാണ്? ഇടുക്കി ജല വൈദ്യുത പദ്ധതിയാണ് കാനഡ. പറയേണ്ട ആവശ്യമില്ലല്ലോ. നോർവേ എന്ന് കേൾക്കുമ്പോൾ ഇൻഡോ നോർവീജിയൻ പ്രോജക്ട്. നീണ്ടകര നോർവേ. നീണ്ടകരയിലാണ് നോർവേ ഉള്ളത്. ഇടുക്കിയാണ് നമ്മുടെ കാനഡ ഉള്ളത്. മറക്കണ്ട. ചൈനയുണ്ട് അല്ലേ? കോഴിക്കോട് ജില്ലയിൽ ഉറുമി ജലവൈദ്യുതി ചൈനയാണ് കേട്ടോ. കോഴിക്കോട് ഉറുമി. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, 2007. മകളെ, കേരള കലാമണ്ഡലം 1930 നിങ്ങൾക്ക് അറിയാം അല്ലെ? നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? കേരള കലാമണ്ഡലം വരുന്നത്. നോക്കൂ, കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ചെറുതുരുത്തിയാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ചെറുതുരുത്തി അല്ലെ? ചെറുതുരുത്തി. തെക്കൻ കാശി തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. തെക്കൻ കാശി എന്ന് പറഞ്ഞാൽ തിരുനെല്ലിയാണ്. ഒരു സംശയം വേണ്ട, നെല്ലിക്കയ്ക്ക് വലിയ കാശൊന്നും വേണ്ട. കാശ് വേണ്ട നെല്ലിക്കയ്ക്ക്, കാശ് വേണ്ട. പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി തെക്കൻ കാശി. അപ്പൊ കൊട്ടിയൂർ എന്താണ്? കൊട്ടിയൂര് ദക്ഷിണ വാരണസി എന്നറിയപ്പെടുന്നുണ്ട്. PYQ ആണ് ഞാൻ പറയുന്നത്. റാങ്ക് ഫയൽ ചിലപ്പോൾ മാറ്റണ്ടാവും കേട്ടല്ലോ. ദക്ഷിണ വാരണസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരാണെങ്കിൽ തിരുനെല്ലി തെക്കൻ കാശി PYQ ആണ്. ഭാരതപ്പുഴയുടെ ആകെ നീളം 209 കിലോമീറ്റർ ആണ്. നിങ്ങൾ 206 എഴുതരുത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. പെരിയാർ 244 ആണ്. തെറ്റിക്കരുത്.
കേരളത്തിൽ ലിഗ്നൈറ്റ് ധാതു ഇന്ധനം കൊണ്ടുവരുന്ന പ്രദേശം ലിഗ്നൈറ്റ് ധാതു വർക്കല. വർക്കല ലിഗ്നൈറ്റ്. നൈറ്റ് വരെ വർക്കാണ്, നൈറ്റ് വരെ വർക്കാണ്, നൈറ്റ് വരെ വർക്കാണ്, നൈറ്റ് വരെ വർക്കാണ്, നൈറ്റ് വരെ വർക്കാണ്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാടി ബീച്ച് എല്ലാവർക്കും അറിയാൻ പറയേണ്ട ആവശ്യമില്ല. കണ്ണൂർ. കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ്. ഡിജിറ്റൽ വില്ലേജ് ഓഫീസാണ്. പൊന്നു പോലെ കൊണ്ടുനടക്കുന്നു. കേരളത്തിൽ ഇങ്ങനെ ഒരു വില്ലേജ് ഓഫീസ് ഇല്ല കേട്ടോ. ഡിജിറ്റൽ വില്ലേജ് ഓഫീസാണ് കേരളത്തിൽ ആദ്യത്തെ. പൊന്നെ മുത്തേ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ്. കേരളത്തിൽ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനി. പള്ളിപ്പുറം കോട്ട, ആയിക്കോട്ട, മാനുവൽ കോട്ട, കൊച്ചി കോട്ട, വൈപ്പിൻ കോട്ട, കോട്ട, എന്തൊക്കെ പേരാ. വൈപ്പിൻ കോട്ട, ആയിക്കോട്ട, കൊച്ചി കോട്ട, മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട, ഇതൊക്കെ ഒരു കോട്ടയാണ്. ഈ കോട്ട എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ഇലവീഴ പൂഞ്ചിറ കോട്ടയത്താണ്. അതിവേഗ കോടതി. ഇല വീഴുന്നതിന് മുമ്പ് വേഗം വരണം നടക്കിയ കോടതി. അതിവേഗം കോട്ടയം. ഇല വീഴുന്നതിന് മുമ്പ് വേഗം വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് വേഗം കോടതി പണി നോക്കണം. കോട്ടയത്താണ് ഇലവീഴ പൂഞ്ചിറ. തൃക്കുന്നപ്പുഴ ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. PYQ ആണ്. സ്ഥിരം ചോദ്യമാണ്. പുറക്കാട് ബീച്ച്. ചെമ്മീൻ സിനിമയുടെ പശ്ചാത്തലം ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏതാടാ? ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയത് മാങ്കുളം. മാങ്കുളത്ത് എന്തുണ്ട്? വൈദ്യുതോൽപാദനം. അവിടെ ഒരു പോയിന്റ് ഉണ്ട് മക്കളെ. എടാ, ഇന്ത്യയില് കണ്ണാടിയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. കേരളത്തില് സമ്പൂർണമായി വൈദ്യുതീകരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ എന്താ പറയാ? അത് കണ്ണാടി പാലക്കാട് ജില്ലയിലാണ് വൈദ്യുതീകരിച്ചത്. ഇനി മണിയാറിനെ കുറിച്ച് പറയാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കൽ. രണ്ടും കിട്ടുമോ? കേരളത്തിലെ ആദ്യത്തെ മണി, ഏറ്റവും വലുത് കൂത്തുങ്കൽ. ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും വലുത് കൂത്തുങ്കൽ. ആദ്യത്തത് മണിയാർ. മുഴുവൻ വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത്. ഫുള്ള് കണ്ണാടി പോലെ, ഫുൾ വെളിച്ച. അവിടെ കംപ്ലീറ്റ് എല്ലായിടത്തും ലൈറ്റാ, ഫുൾ വെളിച്ചാണ്. കണ്ണാടി പോലെ ഇങ്ങനെ വെട്ടിത്തിളങ്ങാണ്. അത് കണ്ണാടി അല്ലേ? എന്നാൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് അത് മാങ്കുളം. പൂന്തേനരുവി എവിടെയാടാ? ഇടുക്കിയാണ്. പൂന്തേൻ കുടിക്കാൻ വന്നത്. നോക്കൂ, പൂന്തേനരുവി ഇടുക്കിയാണെങ്കിൽ പത്തനംതിട്ടയിൽ ശ്രദ്ധിക്കണം അമ്മാനെ. പെരുമ്പാമ്പ്. പത്തനംതിട്ട പെരുമ്പാമ്പ്. പെരുന്തേനരുവി. ഇത് ഏത് വെച്ചിട്ട് മാറിപ്പോയ പ്രശ്നമാണ്. പെരുന്തേനരുവി പത്തനംതിട്ട, പൂന്തേനരുവി ഇടുക്കി. അങ്ങനെയാണെങ്കിൽ കൊല്ലത്തുണ്ടല്ലോ, അതിന്റെ പേരാണ് പാലരുവി. എക്സ്പ്രസ് ഒക്കെ അല്ലേ? പാലരുവി. പെരുമ്പാമ്പ് പത്തനംതിട്ട. പമ്പ പമ്പ അവിടെ കണക്ട് ചെയ്യണം. പെരുന്തേനരുവി പത്തനംതിട്ട, പെരുന്തേനരുവി പൂന്തേൻ ഇടുക്കി, കൊല്ലം പാലരുവി. തേവള്ളിക്കൊട്ടാരം എവിടെ ചോദിച്ചാൽ ഒരു സംശയം വേണ്ട. കൊല്ലത്താണ് തേവള്ളിക്കൊട്ടാരം. തിരുവനന്തപുരത്തെ ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജിയാണ്. കേരളത്തിലെ ആദ്യത്തെ നേത്രദാന അവയവദാന ഗ്രാമം ചോദിച്ചാൽ നിങ്ങൾ പറയണം ചെറുകുളത്തൂർ. ആ കുളത്തിൽ നിന്ന് കംപ്ലീറ്റ് ചെറിയൊരു കുളമാണ്. അവിടെ കംപ്ലീറ്റ് കണ്ണും അവയവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുകുളത്തൂർ നേത്രദാന അവയവദാനം. അവിടെ മടിക്കെ നിങ്ങൾ ഡൗട്ട് അടിക്കും. അത് രക്തദാനമാണ്. എന്താണ്? രക്തദാനം അല്ലേടാ. ഈ മടക്കി ഇങ്ങനെ കൈ വെക്കാറില്ല രക്തം ദാനം ചെയ്തിട്ട്? ഇങ്ങനെ പിടിച്ചാ പോവുക. അയ്യോ സൂചി കുത്തുന്നോയ്, കൈ ഇങ്ങനെ മടക്കി പോവുക. രക്തദാനം, നേത്രദാനം, അവയവദാനം, ചെറുകുളത്തൂർ. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാ ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. കായലുകളുടെ രാജ്ഞി നേരത്തെ പറഞ്ഞു F ആകൃതി ഭൂപതി രാജ്ഞിയാണ് അല്ലേ? ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. പാമ്പാർ നദിയുടെ ഉത്ഭവസ്ഥാനം പാമ്പ്. അവിടെ മൂർഖൻ പാമ്പ്, മൂർഖൻ പാമ്പ്, പാമ്പാർ, ബെൻമൂർ. ആനമലയിൽ നിന്നും ആരുത്ഭവിക്കുന്നു? ആനമലയിൽ നിന്നും ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നു. പുളിച്ചിമലയിൽ നിന്ന് ആരുത്ഭവിക്കുന്നു? പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു പമ്പാ നദി ഉത്ഭവിക്കുന്നു. പുളിച്ചിമലയിൽ നിന്നും അല്ലെ? തൊണ്ടാർമുടിയിൽ നിന്ന് ആരുത്ഭവിക്കുന്നു? ശിവഗിരി നിന്ന് പെരിയാറാണെങ്കിൽ തൊണ്ടാർമുടിയിൽ നിന്നും. ഈ പറയുന്ന വയനാട് ജില്ലയിൽ എന്താണുള്ളത്? കബനിയുടെ തൊണ്ടയിൽ ഇങ്ങനെ മുടി കുടുങ്ങി. കബനി എന്നൊരു പെണ്ണില്ലേ? കബനി നദി ചുവക്കുമ്പോൾ ഒരു സിനിമയുണ്ട്, ഒക്കെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുന്നിൻ ചെരുവുകളിൽ കാണപ്പെടുന്ന അയേൺ ഓക്സൈഡ് ആണ്. അതേതാണ്? അത് ചെമ്മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. എന്നാൽ ഈ പറയുന്ന ചെമ്മണ്ണാണ് ഈ പറയുന്ന കുന്നിൻ ചെരുവുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമാര തേക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിച്ചാൽ അത് പറമ്പിക്കുളമാണ്. ഒരൊറ്റ കാര്യം പറയട്ടെ, സ്പീഡ് വളരെ കൂടി എനിക്കറിയാം, വായിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല എനിക്കറിയാം. ചീത്ത പറയണ്ട പ്ലീസ്. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി എടുത്താണ്. ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നല്ലോണം വിശദമായിട്ട് പഠിപ്പിച്ചുതരാം കേട്ടോ. നിങ്ങൾ ക്ലാസ് കാണാത്തതുകൊണ്ട് മാത്രമാണ് പറന്നു പോയത്. ലിമിറ്റഡ് സ്റ്റോപ്പ്. ചീത്ത പറയണ്ട, അഭിപ്രായം പറയാം. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.